കേരളത്തിലെ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതാപൻ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചകൾ സജീവമാകുന്ന സന്ദർഭമാണ്. INTUC എന്ന സംഘടനയ്ക്ക് കേരളത്തിൻ്റെ ഗവൺമെന്റിനോട് പറയാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് പറയുന്നതിനും ആ വിഷയങ്ങളിലുള്ള കേരള ഗവൺമെൻറ് പ്രതികരണം ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന 24-ാം തീയതി രാവിലെ 10:30 മണിക്ക് ചേരുന്ന INTUCയുടെ ലീഡർഷിപ്പ് മീറ്റിങ്ങിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനും ഗവൺമെൻറ്റിന് പറയാനുള്ളത് പറയാനുള്ളൊരു അവസരമായിട്ടാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ 24-ാം തീയതി രാവിലെ 10:30 മണിക്ക് INTUCയുടെ ഓരോ മണ്ഡലം പ്രസിഡന്റ് മുതൽ മുകളിലോട്ടുള്ള, ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ മുകളിലോട്ടുള്ള എല്ലാ ഉത്തരവാദിത്വമുള്ള ആളുകളെയും വിളിച്ചു ചേർക്കുന്ന 2300ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. ഒരു മഹാസമ്മേളനമല്ല, ഒരു പ്രധാനപ്പെട്ടവരുടെ ഒരു നേതൃയോഗമാണ്. അപ്പോൾ ആ യോഗമാണ് INTUCയുടെ ഈ 5 വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള നയം INTUC മുന്നോട്ട് വെക്കാനായി ആഗ്രഹിക്കുന്നത്. ആ സമ്മേളനത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. UDF ഗവൺമെൻറ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് വളരെ ആധികാരികമായി സംസാരിച്ച് രേഖപ്പെടുത്തിയ പുതിയുഗ യാത്ര, ആ യാത്രയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് 100-ലേറെ സീറ്റ് 102 സീറ്റുമായി ജയിച്ചു വരാനിടയായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയെ കാണുന്നത്, ഈ ഗവൺമെൻറ് സമീപനങ്ങളെ കാണുന്നത്. അതിൻ്റെ ആദ്യ സൂചന പോലെയാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ്. ഒരു വർഷത്തെ മുഴുവൻ ബഡ്ജറ്റ് അല്ലെങ്കിലും ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു പ്രത്യേകമായ ഒരു പുതിയ നയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് വന്നിട്ടുള്ളത്. ആ ബഡ്ജറ്റിനെ നമ്മൾ INTUC തന്നെ സംസ്ഥാന കമ്മിറ്റി ബഡ്ജറ്റിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് സർവതല സ്പർശിയായ ബഡ്ജറ്റാണ്, പ്രതീക്ഷാ നിർഭരമായ ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവാദിത്വമുള്ള ഒരു സമ്മേളനം ചേർന്ന് INTUC എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് സർക്കാരിനോട് പറയാനുള്ളത് പറയാനും സർക്കാരിൻ്റെ ഈ പറഞ്ഞ പുതിയ ഒരു സാഹചര്യത്തിലെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു സുപ്രധാന യോഗമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ലേബർ കോഡുകൾ പാസ്സാക്കി. ആ ലേബർ കോഡുകൾ കേന്ദ്ര ചട്ടങ്ങൾ അനുസരിച്ച് ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്താകമാനം നടപ്പാക്കണമെന്നാണ് അനുശാസിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആയിരുന്നപ്പോൾ അവർ ഒരു ഡ്രാഫ്റ്റ് ചട്ടം പുറപ്പെടുവിക്കുകയും എന്നാൽ അവിടെ തൊഴിലാളി സംഘടനകളുടെ ശക്തമായ എതിർപ്പുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മരവിപ്പിക്കുകയും ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഈ ലേബർ കോഡുകളിലുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കൂടി പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചേർന്ന് ദർബാർ ഹാളിൽ നടത്തിയ യോഗത്തിലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു. അവിടെ വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള വിശാലമായ ഒരു ചർച്ച ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായി നടത്തിയതിനു ശേഷം മാത്രമേ ഈ ചട്ടങ്ങളെ സംബന്ധിച്ചൊരു അവസാന രൂപം നൽകൂ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ശ്രീ VD സതീശൻ അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ട്രേഡ് യൂണിയനുകളുടെ ഒരു യോഗം, പ്രഥമ യോഗം വിളിച്ചു ചേർക്കുകയും ട്രേഡ് യൂണിയനുകളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെ അറിയിക്കുകയും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തുമെന്നും
കൂടാതെ ഞാൻ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്, ലേബർ കോഡുകളെ സംബന്ധിച്ച് BMS തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 കോഡുകളെ സംബന്ധിച്ച് 22ഓളം എതിരഭിപ്രായങ്ങളാണ് BMS കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അവരുടെ അടുത്ത ദേശീയ സമ്മേളനത്തിൽ അതിരൂക്ഷമായ പ്രതികരണമുണ്ടാകുമെന്നും ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോകുമെന്നാണ് BMS അറിയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും ഒരുപോലെ എതിർക്കുന്ന പല വിഷയങ്ങളും ഈ ലേബർ കോഡിനകത്ത് വന്നു ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന, അത് ഗവൺമെന്റ് സമയം പോലെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന 4 കോഡുകൾ ഒരു ഹാഫ് ഡേ വീതം, അര ദിവസം വീതം ചർച്ച ചെയ്ത് ഈ രംഗത്തുള്ള വിദഗ്ധന്മാരും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും അതുപോലെ ഗവൺമെന്റും ഇത് മനസ്സിലാക്കി ഈ നിയമത്തിനകത്ത് പറയുന്ന ഫ്രെയിംവർക്കിനകത്ത് കേരളത്തിൻ്റെ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ബോധ്യപ്പെടുത്താനുള്ള ഒരു വർക്ക്ഷോപ്പ്, വിശദമായ വർക്ക്ഷോപ്പ്, അതിനുശേഷമായിരിക്കും ലേബർ കോഡുകളുടെ ചട്ടം കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുക എന്ന് അന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതുകൂടി നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇല്ല, ബഡ്ജറ്റ് നമ്മൾ എല്ലാവരും ഒരുപോലെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളും ബഡ്ജറ്റ് കണ്ടു. അതിൻ്റെ ചർച്ചകൾ നിയമസഭയിൽ നടക്കണം. സ്വാഭാവികമായിട്ടും നിയമസഭയിലാണല്ലോ അതിൻ്റെ ചർച്ചകളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ വരുന്നത്. ഒരു ബഡ്ജറ്റിലൊരു പ്രൊജക്ഷനാണ് വരുന്നത്. ആ പ്രൊജക്ഷനെ സംബന്ധിച്ച് അത് കേരളത്തിന് ഗുണകരമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചും ഗവൺമെന്റിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് നിയമസഭയിൽ വ്യക്തമാക്കുന്നതിന് ശേഷം മാത്രമേ ഞങ്ങളോടൊക്കെ സംസാരിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ബഡ്ജറ്റ് പൊതുവെ സ്വാഗതാർഹമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശ്രീ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ള നയം കൃത്യമായ ഒരു നെഹ്റുവിയൻ നയം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും വരുമാനവും സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ മേഖലയുടെ വളർച്ചയും, ഇത് രണ്ടും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും അദ്ദേഹത്തിൻ്റെതെന്ന് കരുതുന്നു. അപ്പം അതിനെ സ്വാഭാവികമായിട്ടും കണ്ണടച്ച് നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. തൊഴിലവസരങ്ങൾ നിലനിർത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു വലിയ വിശാലമായ പ്രതലം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗവൺമെൻറ് കടമയാണ്. അതിലോരോ ഗവൺമെൻറ്റുകളുടെ സമീപനം എന്താണെന്നുള്ളത് ഗവൺമെൻറ്റുകളാണ് വ്യക്തമാക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഞാൻ പല പ്രാവശ്യം ഇവിടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രോസിക്യൂഷൻ ആവശ്യം വരുന്നത് എവിടെയാണ്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണ ഏജൻസി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുവാദം വേണം. ഞാൻ 2012 മുതൽ 15 വരെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരുന്നത്. നിങ്ങൾ ഇന്നത്തെ പത്രത്തിലും വന്നിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാം അറിയുന്നവരാണ്. 2005 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലെ ആരോപണങ്ങളാണ് CBI അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ആ CBI അന്വേഷണം കഴിഞ്ഞ് അവരതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഈ പ്രോസിക്യൂഷൻ അനുവാദം വേണമെന്ന് CBI ആണ് ആവശ്യപ്പെട്ടത്. അത് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിയമപരമായി, എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള നിയമപരമായി അതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. കാരണം ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് കാണുന്നു. അങ്ങനെ വരുമ്പോൾ എന്നെപ്പോലെ 15 കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 26ആയി. 11 വർഷത്തിന് മുമ്പ് ഞാനൊരു ചെയർമാൻ സ്ഥാനത്തിരുന്നത് കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് എന്നെയാണ് എന്ന ഒരു നില എനിക്ക് അത്രത്തോളം ഒരു നിയമോപദേശം കിട്ടുന്ന അങ്ങനെ അല്ല. എന്തായാലും ശരി, മാധ്യമങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് താല്പര്യമുള്ള രീതിയിലൊക്കെ കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഞങ്ങൾ എല്ലാവരും, ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരെല്ലാമാണ് ഈ മാധ്യമ വിചാരണയ്ക്ക് നിന്ന് കൊടുത്തിട്ട് വന്നിട്ടുള്ളത്. അതിലൊന്നും ഒരു പരാതിയില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതിനൊരു ഉത്തരവിട്ട് കൊടുക്കുന്നത് കോടതികളുടെ പരിധിയിൽ വരുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വിശദമായൊരു ചർച്ച എന്തായാലും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ മന്ത്രി അതിനെ തുടർന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം മാത്രമേ കേരള ഗവൺമെൻറ് ചട്ടങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വേറെ ഭയപ്പാടേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഗോപാൽ ഗൗഡ കമ്മിറ്റി വരുന്നതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തതും എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരു വിശദമായ വർക്ക്ഷോപ്പിലാണ് ചർച്ച നടത്തിയത്.
ആ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ല, എനിക്ക് അങ്ങനെ ഈ അനുവാദം കൊടുക്കാൻ തീരുമാനിച്ചത് പോലും എനിക്കറിയില്ലല്ലോ. തീരുമാനിച്ചു എന്ന് ഇന്നൊരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കാണുമ്പോഴാണ് തീരുമാനിക്കും എന്ന് കണ്ട ഒരു വാർത്ത. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. അറിയാത്തൊരു കാര്യത്തിൽ ഞാനിപ്പോൾ മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് കാണുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കാലം ഈ രംഗത്ത് നിന്ന ഒരാളെന്നുള്ള നിലയിൽ ഏതെല്ലാം വാർത്തകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അത് ശരിയാവുകയോ തെറ്റാവുകയോ ചെയ്യട്ടെ. അത് രൂപീകരിച്ച് തീരുമാനം എടുത്തു കഴിയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതിനുമ്പോൾ എനിക്കറിയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 10 വർഷത്തെ അന്വേഷണം നടത്തിയതിൽ 3 ചെയർമാന്മാരിരുന്നു. ഒരു ചെയർമാൻ 5 വർഷക്കാലം ഇരുന്നു, ഇ കാസിം. അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ ചെയർമാനായിട്ടിരുന്ന ആർ ചന്ദ്രശേഖരൻ 3 വർഷം മാത്രമാണ്. ആ 3 വർഷക്കാലത്തെ ചെയർമാനാണ് ഇതിലെ 1-ാം പ്രതി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒന്നിനും മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു വാർത്തയാണെന്ന് കണ്ടത്. അപ്പോൾ അതെനിക്കറിഞ്ഞൂടെ. ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് പ്രകാരം 1-ാം പ്രതി ഞാനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർത്തകൾ വരുമ്പോൾ അതിനകത്ത് എന്താണ് താല്പര്യം എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രോസിക്യൂഷൻ നടപടി തീരുമാനിക്കേണ്ടത്, പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഒരു സോവറിൻ പവർ ഓഫ് ദി ഗവൺമെൻറ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനം മറ്റൊരു കാര്യം നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും? എൻ്റെ മുമ്പിൽ അനുവാദം കൊടുത്തിട്ടറിയില്ല. പിന്നെ അനുവാദം കൊടുത്താൽ എന്നെ സംബന്ധിച്ച് 3 വർഷത്തെ ആൻസർ അല്ലേ എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ഹൈപ്പോത്തിക്കറ്റിക്കലായിട്ട് അനുവാദം കൊടുത്താൽ എനിക്ക് 3 വർഷത്തെ കാര്യം പറഞ്ഞാൽ വരെ പണ്ടേ ഇത് കൊടുത്താൽ, അനുവാദം കൊടുത്താൽ ഞാൻ ആ കേസ് ട്രയൽ ചെയ്താൽ പോരെ. എനിക്കെന്താ പ്രശ്നമുള്ളത്? ഇതൊരു 10 വർഷക്കാലത്തെ സർക്കാർ, നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 10 വർഷക്കാലത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ആരോപണം, ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഓഫ് ദി കംപ്ലൈൻറ്റ് പെറ്റീഷൻ എന്താണെന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആരും ചോദിച്ചിട്ടുണ്ടായിട്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിന് എന്താണ് അടിസ്ഥാനം? ഓക്കെ, ആരോപണം കൊടുക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട കോടതി ഒരു ഉത്തരവിടുന്നു. ഉത്തരവിടുന്നത് എങ്ങനെയാണ്? 2012 മുതൽ 15 വരെ അന്വേഷിക്കാനല്ല പറഞ്ഞേക്കുന്നത്. 2005 മുതൽ 2015 വരെയുള്ള ഈ സ്ഥാപനത്തിൻ്റെ അന്വേഷണം നടത്താനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടതിനകത്ത് 2012 മുതൽ 15 വരെയുള്ള 3-3.25 വർഷം ഇരുന്ന് ഞാൻ മാത്രമാണ് ആൻസറബിൾ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അല്ല, നമുക്കെന്ത് ചെയ്യാൻ നോക്കും? മാധ്യമ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് എന്താ റോളുള്ളത്? അല്ലെങ്കിൽ കൊള്ളാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഡിസ്കഷൻ കണ്ടു. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഒരു ചാനൽ ഡിസ്കഷൻ നടത്തുക, പെറ്റീഷൻ കൊടുത്ത വാദി, വേറെ 2 പേര്, ഒരു ജോസഫ് സി മാത്യു, പിന്നെ വേറെ ഒരാളും കൂടി. അവർ 3 പേരോടൊന്ന് ചർച്ച ചെയ്യാണ് പാനലിൽ. അവർ 3 പേരും ഇത് ഭയങ്കര കൊള്ളയാണ്. ഒരാൾ പറഞ്ഞ 2000 കോടി രൂപയുടെ കൊള്ളയാണെന്ന്. ഞാൻ എൻ്റെ സമയത്ത് നടന്നിട്ടുള്ളത് ആകെ 224 കോടി രൂപയുടെ ബിസിനസ്സേ നടന്നിട്ടുള്ളൂ എൻ്റെ സമയത്ത്. അതിന് ഞാൻ 2000 കോടി രൂപ അപഹരിച്ചു എന്നല്ലെങ്കിൽ മോഷ്ടിച്ചു അല്ലെങ്കിൽ എന്താ കൊള്ള നടത്തിയെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ വാർത്തയ്ക്ക് ഒരു ഇപ്പം ഞാൻ എന്താ തെറ്റ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടമായി പറയുന്നുണ്ട്. ഒരു ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യക്തിപരമായി ഒരു മാധ്യമപ്രവർത്തകനെതിരെ ഒരു അക്ഷരം പോലും പറയുന്ന ആളല്ല. ഒരു ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് രാജ്യം മുഴുവൻ പണിമുടക്കിയപ്പോൾ ഒരു ചാനൽ ഡിസ്കഷൻ വന്ന ഒരു കാര്യത്തിലൊരു നിലപാട് ഞാൻ പറഞ്ഞു. അത് എൻ്റെ നിലപാടല്ലേ? ആ നിലപാടിന് എത്ര കാലം വൈരാഗ്യം വെക്കണം? വ്യക്തിപരമായിട്ട് എന്ത് പ്രശ്നം അതിനകത്തുള്ളൂ? നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. അതിന് നമ്മൾ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അതുമാത്രമല്ല, ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചാനലോ പത്രങ്ങളോ ആരായാലും എനി ന്യൂസ് പേപ്പർ ഓർ എനി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ കേൾക്കാനുള്ള വേദിയായിട്ടാണ്. അതിനകത്താണല്ലോ ഈ പല പാനൽ ഡിസ്കഷനും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടു കൂടി നടത്തുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് വന്ന ദിവസമാണ് ആ ചർച്ച നടക്കുന്നത്. കേരള ബഡ്ജറ്റിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ചർച്ചയായിട്ട് അത് എടുക്കുന്നെങ്കിൽ അത് നല്ല കാര്യമാണ്, കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് ജനങ്ങൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വാർത്ത വരുന്നതിന് ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, കെ കരുണാകരൻ്റെ മരണ ദിവസം, മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ കേസ് നടത്തി. മരിക്കുന്ന തലേദിവസം ഡൽഹി പോയി ഇതിലൊരു വിധി എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ഇത് കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാന്യനായ എത്രയോ നേതാക്കന്മാർ, ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ, എത്രയോ ആളുകൾക്കെതിരെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ? നമ്മൾ മറന്നു പോകേണ്ടവരാണോ? അപ്പം അതുകൊണ്ട് മാധ്യമങ്ങളും ഞങ്ങളും
ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വേദിയാണ് അല്ലേ? അപ്പോൾ ഒരു പാനൽ ഡിസ്കഷൻ വരുമ്പോഴേ എൻ്റെ ഒരു എന്താണ് ഒരു നിവേദനം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ. ഒരു പാനൽ ഡിസ്കഷൻ വെക്കുമ്പോൾ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനൊരു അവസരം കൊടുക്കാതെ അതങ്ങ് പ്രഖ്യാപിച്ച് ഇപ്പൊ തന്നെ ഇന്നത്തെ മാതൃഭൂമിയുടെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ നാഷണൽ ലെവലിൽ പോകുന്ന ഒരു പത്രമാണ്. അത് കാണുന്ന ഒരു ജുഡീഷ്യറിയെ സ്വാധീനിക്കാനാണോ ആർക്കെങ്കിലും വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക്. നമ്മൾ നിരപരാധികളായിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു, അതിന് തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, അന്വേഷണത്തെ ഞാൻ നേരിടുന്നു, നാളെയും നേരിട്ടല്ലേ പറ്റുള്ളൂ, നേരിടാൻ എന്താ മാർഗമുള്ളത്? അപ്പൊ അതുകൊണ്ട് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ ഇരയാക്കിക്കൊണ്ട് അപ്പോഴപ്പോൾ തോന്നുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ വെക്കുന്നത് ശരിയല്ല എന്നല്ല പറയാൻ പറ്റും. ശരിയല്ല, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്ത് ലക്ഷ്യമെന്ന് എനിക്ക് അറിഞ്ഞു. മാതൃഭൂമിക്ക് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ, ഞാനല്ല ഒരു കക്ഷി, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കൂടി ഉള്ളതാണ്. സർക്കാരിന്റെ നിങ്ങൾ ആ ബോർഡിനെ കുറിച്ചുകൂടെ ഞാനൊന്ന് പറയാം. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫിനാൻസിന്റെ ഒരു സെക്രട്ടറി, ഇൻഡസ്ട്രീസിന്റെ ഒരു സെക്രട്ടറി, 4 ട്രേഡ് യൂണിയനുകളുടെ ഓരോ പ്രതിനിധികൾ. കാർഷിക കോർപ്പറേഷന്റെ പ്രത്യേകതയാണ് 2 or 3 പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. ഇത്രയും ആളുകൾ വരുന്നതാണ് ഒരു ബോർഡ്. ആ ബോർഡിൽ 4 ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്. ഒന്ന് INTUC, 2 CITU, UTUC, AITUC. ഈ 4 പേരും ഈ ബോർഡ് മെമ്പർമാരും സെക്രട്ടറിമാരും അടങ്ങുന്ന ബോർഡ് ഞാനിരുന്ന 3 വർഷക്കാലവും പൂർണ്ണമായി യുനാനിമസ് ഡിസിഷൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിലെല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരാളിനെ മാത്രം തേടി പിടിക്കാൻ പെറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങളല്ലേ ചോദിക്കണ്ടേ? ഇനി അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാനൊക്കെ ഉള്ള പണം എവിടുന്ന് കിട്ടുന്നു? ഞാൻ ഓക്കെ 2000 കോടിയുടെ ഉടമസ്ഥനാകുമ്പോൾ കുഴപ്പമില്ല. ഈ പെറ്റീഷൻ കൊടുത്ത ഒരാള് സുപ്രീം കോടതി വരെ ഇത്രയും കാലം കേസ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 1 രൂപയുടെ വരുമാനം ഇല്ലെന്ന് എനിക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങളല്ലേ ചോദിക്കേണ്ടത് എന്താണ് തന്റെ പ്രശ്നം, അല്ലെ അങ്ങയുടെ പ്രശ്നം എന്താണ്, എന്തിനു വേണ്ടിയാണ്, ആരാണ് ഈ കാശ് തരുന്നതൊക്കെ നിങ്ങൾ ചോദിക്കണ്ടേ? ഇത് ഞാൻ വളരെ ഗുരുതരമായി ഞാൻ കാണുന്ന ഒരു പ്രശ്നം. ഇത് കേരളത്തിലെ ഈ വ്യവസായം പൂർണ്ണമായി നിലയ്ക്കണം. 3.5 ലക്ഷം ആളുകളുടെ തൊഴിൽ വഴിയാധാരമാക്കണം. അതിന് കേരളത്തിന് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കശുവണ്ടി വ്യവസായം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകാണ്. നിങ്ങൾ ഓരോരുത്തർ ഇത് കാണണം. അങ്ങനെയുള്ള ഈ കേരളത്തിന് പുറത്തുള്ള വ്യവസായ ലോബിയാണ് ഇതിനാവശ്യമായിട്ടുള്ള പണം കൊടുക്കുന്നത് എന്ന് ഞാൻ ഗുരുതരമായി മനസ്സിലാക്കുകയാണ്. ആ വ്യവസായ ലോബിക്ക് വേണ്ടിയാണ് കേരളത്തിലെ മോഡൽ എംപ്ലോയറായ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനെയും കാപ്പെക്സ് എന്ന് പറഞ്ഞ പൊതുമേഖലാ സഹകരണ സ്ഥാപനത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിദേശ മുതലാളിമാർക്ക് ഇവിടെ നിന്നുള്ള തൊഴിലാളികളെയും റോ മെറ്റീരിയലും ലഭ്യമാക്കാൻ, അവരുടെ തൊഴിലവകാശങ്ങളെല്ലാം ഇല്ലാതാക്കാൻ, അങ്ങനെയാണില്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ചെല്ലുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ, അതിനുള്ള ഒരു ഗൂഢാലോചനയിൽ സാമ്പത്തിക ചെലവ് നടത്തിക്കൊണ്ടായിരിക്കും ഈ പെറ്റീഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പെറ്റീഷൻ കൊടുക്കാൻ പോകും? അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഇത് എനിക്ക് മാത്രമായി വരുന്ന ഒരു പ്രശ്നമായി മാധ്യമങ്ങൾ കാണുന്നത് ശരിയല്ല. 10 വർഷക്കാലം ഇരുന്ന എത്രയോ കമ്മിറ്റികൾ, ബോർഡുകൾ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം ഇതിൽ കക്ഷികളല്ലേ? ബോധ്യമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. എനിക്ക് യാതൊരു പരാതിയില്ല. എന്നെക്കുറിച്ച് മാധ്യമങ്ങൾ എഴുതുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു പരാതിയില്ല. കേസ് ഏത് തരത്തിലുള്ള കേസും നേരിടാൻ നമ്മൾ തയ്യാറാണ്. നമ്മളൊരു പൊതുസ്ഥാപനത്തിൽ വന്നിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അവിടെ ആശങ്കയുള്ളവരുണ്ടാവും, പരാതികളുള്ളവരുണ്ടാവും. എനിക്ക് ഈ പരാതിക്കാരൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. അത് പക്ഷേ നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. INTUC എന്ന പ്രസ്ഥാനത്തിനകത്ത് 1947 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ INTUC പ്രസ്ഥാനം എങ്ങനെ നടന്നു, 2007 ഞാൻ വന്നതിന് ശേഷം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വിസിബിളാണ്. നിങ്ങൾ തന്നെ കാണുന്നതാണ്. എൻ്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ 3 ജനറൽ സെക്രട്ടറിമാരും ഇരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ഭരണസമിതിയായി കേരള INTUCയെ വളരെ സാഹസികപ്പെട്ടാണ് ഇങ്ങനെയൊരു നിലയിലേക്ക് കൊണ്ടുവന്നത്. അതിനകത്ത് വരാൻ റെക്കോർഡുകളില്ലാതെ അപ്പുറത്തൂടെ നടന്ന് ഞങ്ങളൊക്കെ INTUC ആണെന്ന് പറയുന്ന ആളുകളെല്ലാം കൂടി ചേർന്നാണ് ഇതിനകത്ത് വരാൻ വയ്യ. വരാൻ പറ്റാത്തവർ പുറത്തുനിന്ന് കുരയ്ക്കുന്നു, അതിൻ്റെ ഭാഗമായി ചില ആളുകൾ സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പോഴീ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ പരാതി തീരുവോ? എങ്ങനെയെങ്കിലും ആളെ പിടിച്ചു കൂട്ടി INTUC എന്ന് പറഞ്ഞാൽ മതിയോ? അതിനൊന്നും ഞാൻ തയ്യാറല്ല. സമാന്തര കമ്മിറ്റി നമുക്കറിയത്തില്ല, ആൾ ഇന്ത്യ കമ്മിറ്റിക്ക് അറിയത്തില്ല, എനിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് അറിയത്തില്ല. പിന്നെ ആർക്കെങ്കിലും എവിടെയെങ്കിലും കൂടാമല്ലോ. ഇവിടെ AC റൂമൊക്കെ എടുത്ത് വലിയ സ്ഥാപനമൊക്കെ തുടങ്ങി എന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് INTUC എന്ന് പറയുന്നത് കേരള നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അല്ല, INTUC ആണ്, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്. അത് ഇന്നും ഇങ്ങനെയുള്ളതല്ല. പാരലൽ സംവിധാനങ്ങളൊക്കെ, പാരലൽ ആക്ടിവിറ്റീസ് ഒക്കെ ആൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരുപാട് നടക്കുന്നുണ്ട്. സമാന്തര സംഘം എന്ന് പറഞ്ഞാൽ ആരും രംഗത്ത് വന്നിട്ടില്ല. ഇതിൽ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ ഒരാൾ മാറി നിന്നുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ജാഥ നമ്മുടെ ഓഫീസിലേക്ക് വന്നു, നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും. അതിലൊരു വന്ന ആള് ബോധം കെട്ട് താഴെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്താ ഞാൻ ചെയ്തതല്ലേ, ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ഒരു തെറ്റെന്താ? നമ്മൾ 10-70 വർഷമായിട്ട് തിരുവനന്തപുരം ക്യാപിറ്റലിൽ INTUCക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇല്ലായിരുന്നു. എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് 2 പ്രാവശ്യം വാഹനജാഥ നടത്തി പണം പിരിച്ചു. അതിന് കണക്ക് പോലും ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോഴും ഓഫീസ് പണിയണം തീരുമാനിച്ചു. എല്ലാവരുടെ സഹായത്തോടു കൂടി ഓഫീസ് പണിഞ്ഞു. അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ അതിനെ പൊളിക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ ഒരുപാട് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് കോർപ്പറേഷന്റെ പരാതി നടക്കാതെ വരുമ്പം ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സംഘടനാ സംവിധാനത്തിൽ. അപ്പൊ ചോദിക്കും മറ്റു സംഘടനകൾക്ക് അവരുടെ സംവിധാനം ഉണ്ടാവും. നമുക്കിപ്പോൾ ആരോടും വഴക്കിന് നമ്മൾ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. നമ്മൾ ചെയ്ത ജോലി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇപ്പൊ മറ്റേ 24th ഞങ്ങളുടെ യോഗം നിങ്ങൾ വരണമല്ലോ, നിങ്ങളെല്ലാം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം വിളിക്കുന്ന നിങ്ങളിവിടെ വരണം. വാട്ട് ഈസ് INTUC ഇൻ കേരള എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്ക്. അതിൽ R ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളിന്റെ കഴിവല്ലല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമല്ലേ. 14 ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റി, 437 യൂണിയനുകൾ, അതിന്റെ എല്ലാം ഒരു ചുമതല. ഇത് 7 ഇൻഡസ്ട്രിയൽ ഫെഡറേഷൻ. ഞാനിത് ഒറ്റയ്ക്ക് കൊണ്ട് നടക്കുന്ന ആളാണോ? അങ്ങനെ കരുതാൻ. എന്നെ വേട്ടയാടണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. എന്നെ വേട്ടയാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, താനൊന്ന് ഒഴിയണം, ഞങ്ങൾ ആരെങ്കിലും കയറി ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ. അത് എന്നോട് നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളെന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? നിങ്ങളെന്തിനാണ് അവിടെ മാർച്ച് നടക്കുന്നു? ഭാഗം എത്ര പേരുണ്ടായിരുന്നു? 30 പേര് അല്ലെ, പോട്ടെ 50 പേര് വരുന്നു. നായകൻ കുഴഞ്ഞ് താഴെ വീഴുന്നു. അതിനെ പോലീസുകാരെല്ലാവരും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖമൊക്കെ ആർക്കും വരും, നമ്മളാരൊന്നും ആക്ഷേപിക്കുന്നതല്ല. നിങ്ങൾ ചോദിച്ചാൽ മതി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മതി. പാലക്കാട്ടുകാരൻ ഒരുത്തൻ തിരുവനന്തപുരത്ത് വന്ന് ഓഫീസ് എടുക്കുന്നു. പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന ഒരാളാണ്. INTUC പറഞ്ഞ കാര്യങ്ങൾ ചെയ്തല്ലേ, നമ്മൾ മാറ്റും, നാളെയായാലും മാറ്റും. നമുക്കൊരു സംഘടനാപരമായ അച്ചടക്കം വേണ്ടേ? എനിക്ക് വളഞ്ഞ വഴി അറിയത്തേയില്ല. അറിയുമായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തേയില്ല. വളഞ്ഞ വഴി പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ് നേരെ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം സുരേഷ്, ഒരു കാര്യം പറട്ടെ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ സ്വാഭാവികമായി ഒരു തൊഴിൽ തേടുന്നവരുടെ എണ്ണം ഒരുപാട് കൂടി വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ആസ് എ ലേബർ റെപ്രസെൻറ്റേറ്റീവ്, ഞാൻ ILOയിൽ ഗവേണിംഗ് ബോർഡിൽ 7 വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനിതൊക്കെ പറയുന്നത് എനിക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി പൊതുവെ തൊഴിൽ തേടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ കോക്രോച്ച് വന്ന് എങ്ങനെ CJP എന്തോ ഒരു പാർട്ടി എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ ആളുകൾ ഇങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞും അല്ലാതെയും തൊഴിൽ തേടുന്നവരുടെ എണ്ണം കൂടുകയാണ്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നുള്ള അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യണം. അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്താ മാർഗമുള്ളത്? നിലവിലുള്ള പൊതുമേഖലയിൽ അവരെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വാദിക്കാം, ഞങ്ങൾ വാദിക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ പുതിയ അവന്യൂസ് വരേണ്ടതായിട്ടുണ്ട്. അവന്യൂസിന് എന്താണ് നയം എന്നുള്ളതാണ്. ആ നയമാണ് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിലൊരു പ്രൊജക്ഷനാണ് വരുന്നത്. ബഡ്ജറ്റ് ഒരു വിഷ്വൽ ഒരു വിഷനാണ് അല്ലേ? ആ വിഷൻ എന്ന് പറയുന്നതിനകത്ത് ധനാഗമ മാർഗം വേണം. ധനാഗമ മാർഗം വലിയ ബഡ്ജറ്റിലല്ലോ ഉണ്ടോ? ധനാഗമ മാർഗവും ധനവിനിയോഗ മാർഗവും കൂടി ചേരുമ്പോഴാണ് ഒരു ബഡ്ജറ്റ് ആവുന്നത്. ആ ധനാഗമ മാർഗത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് പുതിയ ഗവൺമെന്റ് ആദ്യത്തെ മാസം തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇന്നിപ്പോ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 15 ദിവസം തന്നെ തൊഴിൽ കൊടുക്കാത്ത എത്രയോ വർഷങ്ങളുണ്ട്. R ചന്ദ്രശേഖരൻ അതിന്റെ ചെയർമാൻ. ഞങ്ങൾ INTUC സംസ്ഥാന കമ്മിറ്റി വളരെ വിശദമായി ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം. ഈ നേരത്തെ പറഞ്ഞ 14 ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന നേതാക്കന്മാർ, ഓൾ ഇന്ത്യ ഭാരവാഹികളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്നത്, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ ഒരു സ്ഥാപനമായി നിൽക്കുക, ഇതിന്റെ പ്രോസസ്സിംഗ് മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും നടത്തുക. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്ഥിരമായി തൊഴിൽ കിട്ടിയാൽ തൊഴിലാളികൾ അവിടുത്തെ തൊഴിലെടുക്കും. കാര്യം ബോണസ് കിട്ടും,
അവർക്ക് പിന്നെ അതിന്റെ മറ്റ് ബെനിഫിറ്റുകൾ കിട്ടും, ESI കിട്ടും, പ്രോവിഡന്റ് ഫണ്ട് കിട്ടും. അതുകൊണ്ട് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തൊഴിലിന് പോകാനാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് താല്പര്യം, ഇഷ്ടപ്പെടുന്നു. അതാണ് അവർ സാമൂഹ്യ സുരക്ഷയുടെ കവറേജിനകത്ത് വരും. സ്വകാര്യ മുതലാളിമാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി കൊടുക്കുന്നത് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വർഷം 200-ലധികം ദിവസം തൊഴിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 വർഷം കൊണ്ട് 628 ദിവസം കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൊഴിൽ കൊടുത്തത് R ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാത്രമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് ഞങ്ങളുടെ അവിടെ ചുമതലയേറ്റെടുത്തത് 50 ദിവസം ഒരു വർഷം തൊഴിൽ കൊടുത്തിട്ടില്ല. കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. പ്രമുഖരായ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം. ആ കാലത്ത് പോലും ഒരു 50 ദിവസം ഒരു വർഷം കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൊഴിൽ കൊടുത്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന രജിസ്റ്റർ ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് 200-ലധികം ദിവസം ഒരു വർഷത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾ പലപ്പോഴും നടക്കാതെ പോകുന്നുണ്ട്. അവിടെ അണ്ടി തല്ലൽ കുറഞ്ഞു, അവരുടെ പ്രോസസ്സിംഗ് കുറഞ്ഞു, അവരുടെ എക്സ്പോർട്ട് കുറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലനിൽക്കണം, പക്ഷെ തൊഴിൽ ഞങ്ങൾ സ്വകാര്യ മേഖല ചെയ്തോളാം എന്ന ഒരു താല്പര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് എന്നത് ഒരു പൊതുപ്രവർത്തകനെതിരെ കേരളത്തിൽ വർഷങ്ങളായ ഒരു ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു അക്കാഡമിക്കൽ ഇൻഡസ്ട്രിയെങ്കിലും വേണ്ടി എന്താണ് അതിന്റെ വസ്തുത എന്ന് പരിശോധിക്കാനുള്ള ഒരു ധാർമ്മികമായ ഇടപെടൽ ആ കാര്യത്തിൽ അതുണ്ട്. എന്താണ് ഇതിനകത്ത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു വർഷം 200 ദിവസം തൊഴിൽ കൊടുത്തൊരു ചെയർമാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. പക്ഷെ അതിനു മുമ്പുള്ള ഓരോ വർഷങ്ങളും കൊടുത്ത തൊഴിൽ ദിനങ്ങൾ എത്ര? ആ സമയത്ത് കൊല്ലത്തെ സ്വകാര്യ മേഖലയിൽ നടത്തിയ ഉൽപാദനം എത്ര? അതിന്റെ എക്സ്പോർട്ട് എത്ര? ഇദ്ദേഹത്തിന്റെ കാലത്ത് നടന്നതുണ്ട്. അത് വസ്തുതാപരമായ കാര്യം അവിടെ നിലനിൽപ്പുണ്ട്. അതിനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ആരോപണം വരുന്നത്. അതുകൊണ്ടാണ് INTUC സംസ്ഥാന കമ്മിറ്റി കൊല്ലത്തുള്ള കാഷ്യൂ മേഖലയിലെ തൊഴിലാളികളടക്കം അതിശക്തമായ R ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തത് അവിടെ നടന്ന സത്യസന്ധവും വസ്തുതാപരമായ കാര്യമാണ്. അഴിമതി നടന്നിട്ടുണ്ടോ, അതിൽ ക്രമക്കേടുണ്ടോ എന്നുള്ള അന്വേഷിക്കാനുള്ള ഏജൻസികളുണ്ട്, അത് അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഞങ്ങളുടെ മുമ്പിലുള്ളത്, തൊഴിലാളികൾ എന്നുള്ളതും തൊഴിലാളി പ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം കേരളത്തിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇടതുമുന്നണി ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇത്രയേറെ തൊഴിൽ ദിനങ്ങൾ കൊടുത്തൊരു കാലം കശുവണ്ടി മേഖലയിൽ ഉണ്ടായിട്ടില്ല. അത് കൊടുത്ത R ചന്ദ്രശേഖരൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ വരും. ഇപ്പൊ ഈ പറയുന്ന പരാതിക്കാരുടെ സുപ്രീം കോടതിയിലും മറ്റ് കോടതികളിലൊക്കെ പോകാൻ അദ്ദേഹത്തിന്റെ ബാക്കിംഗ് എന്ന് പറയുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ചാലാണ് ഞങ്ങൾ പറയുന്ന ഈ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ നിന്നോട്ടെ, 10-15 ദിവസം ഒരു വർഷത്തിൽ തൊഴിൽ കൊടുത്തോട്ടെ, ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം. ബാക്കിയെല്ലാം സ്വകാര്യ മേഖലകൾ നടത്തും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അണ്ടി പറക്കും, അവർ അത് പ്രോസസ് ചെയ്ത് വിൽക്കും. ഒരു വസ്തുത അവിടെ ഉണ്ട് എന്നതുകൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കാം. അല്ലല്ല, പ്രോസിക്യൂഷൻ അനുവാദം സർക്കാർ കൊടുത്ത് ഞാൻ എന്നെ സംബന്ധിച്ച് 3 വർഷത്തെ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. അതോ അതിനു മുമ്പേ വേണോ? 69 മുതൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ? ഞാൻ 3 വർഷത്തെ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഈ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി എവിടെയാണ് ആവശ്യം? എവിടെയെങ്കിലും അതിന്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കാരണം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനല്ല. സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇത് വാദം. R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല, ഒരു CBIക്ക് അനുമതി ആവശ്യമില്ല. CBI അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വിഷയം വന്നിരിക്കുന്നത്. അതെന്താ ഗൗരവത്തിലെടുക്കാത്തത്? എന്നിട്ട് ഇന്ന് വന്നിരിക്കുന്നത് എന്താ? പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച R ചന്ദ്രശേഖരന്റെ ഫോട്ടോ കൊടുത്തിട്ട് പത്രത്തിൽ വരിക. മറ്റൊന്ന്, ഒരു ചെറിയ കണക്ക് കൂടി നിങ്ങളുടെ അടുത്ത് വെക്കാം. ഒരു ചെറിയ കണക്ക്. 1969 ഈ കോർപ്പറേഷൻ വരുന്നത്. 69 മുതൽ 1969 മുതൽ 2015 വരെ റെക്കോർഡ് ഉള്ളതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ 2000 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യം 500 ആയിരുന്നു, പിന്നെ 1000 പിന്നെ ഇപ്പൊ 2000 അവസാനിച്ചിരിക്കുക. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 69 മുതൽ 2015 വരെയുള്ള ടോട്ടൽ വിറ്റുവരവ്, ആ സ്ഥാപനത്തിലുള്ള ആകെ വിറ്റുവരവെന്ന് പറയുന്നത് 3000 കോടിയാണ്. ഇത് എക്സാക്ട് കണക്കാണ്, ബാലൻസ് ഷീറ്റിലുള്ള കണക്കാണ്. 2005 മുതൽ ഈ പറയുന്ന സോക്കാൾഡ് 2005 മുതൽ 2015 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വിറ്റുവരവെന്ന് പറയുന്നത് 1400 കോടിയാണ്. ഈ 1400 കോടി രൂപയുടെ വിറ്റുവരവ് നടന്ന സ്ഥാനത്ത് 2000 രൂപ വെട്ടിക്കാൻ പറ്റുമോ? കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇതെന്തൊരു കട്ടാണ്? വിറ്റുവരവ് 1400 രൂപയെ വെട്ടി വന്നിട്ടുള്ളൂ. എങ്ങനെ 2000 കോടി എടുത്തുകൊണ്ട് പോകണത് എങ്ങനെയാ? ഇത് മൊത്തം എടുത്തുകൊണ്ട് പോയാൽ അപ്പൊ ഇത് ശുദ്ധ അസംബന്ധമല്ലേ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? ഇനി 3.5 വർഷക്കാലമാണ് ഇദ്ദേഹം ചെയർമാനായിട്ടിരിക്കുന്നത് അവിടെ, കേവലം 3.5 വർഷക്കാലം.
ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ ആകെ വാങ്ങിയ തോട്ടണ്ടി എന്ന് പറയുന്നത് 224 കോടി രൂപയുടെ തോട്ടണ്ടിയാണ്. 224 കോടി. ഒരു തോട്ടണ്ടി പോലും ഒരു എംഡി പോലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും വിദേശ യാത്ര ഇതിനു വേണ്ടി നടത്തിയിട്ടില്ല ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ. ഈ 224 കോടി രൂപയുടെ തദ്ദേശീയമായ തോട്ടണ്ടി വാങ്ങി പ്രോസസ്സ് ചെയ്ത് ഈ 3.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്, വിറ്റുവരവ് ഉണ്ടാക്കിയത് 430 കോടിയാണ് വിറ്റുവരവ്. 224 കോടി രൂപയുടെ സാധനം വാങ്ങി 430 കോടി രൂപയ്ക്ക് വിറ്റിട്ട് 2000 കോടി രൂപയുടെ കൊള്ളയടി നടത്താനായിട്ട് എങ്ങനെ സാധിക്കുക? ഒരു ലോജിക്ക് വേണ്ടേ? നമ്മൾ പറയുന്നതിന് കേൾക്കുന്നതിന് ലോജിക്ക് വേണ്ടേ? ഇനി ആകെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ 628 ദിവസം ജോലി കൊടുത്തിട്ടുണ്ട് തൊഴിലാളികൾക്ക്. ആകെ ഈ 3.5 വർഷക്കാലം ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് 95 കോടിയാണ്. മുൻകാലങ്ങളിലെ നഷ്ടം അതിനേക്കാൾ അതിഭീകരമാണ്. അതിലേക്ക് ഒന്നും കടന്നു പോകുന്നത്. ദയവ് ചെയ്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആവശ്യമുള്ളവർക്ക് 69 മുതൽ ഈ നിമിഷം വരെയുള്ള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്, അത് ബേസ്ഡ് ഓൺ ബാലൻസ് ഷീറ്റ്, ആ കോർപ്പറേഷന്റെ, ഇത് പൊതു സ്വത്തായതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്, തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തരാം. നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ പത്രമാധ്യമങ്ങൾക്കും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു വാക്ക് പോലും അതിനകത്തുള്ളത് വിശകലനം ചെയ്യാൻ ദയവേത് നിങ്ങളാരും തയ്യാറായിട്ടില്ല. ഒരു വ്യക്തിയെ നമുക്ക് ആര് വേണമെങ്കിലും നമുക്ക് തേജോവധം ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പാമോയിൽ കേസുണ്ടാക്കി, രാജൻ കേസുണ്ടായി, നമുക്ക് കഥകൾ മെനയാം. ചാരക്കേസുണ്ടായി. എന്തായി അവസാനം ഇതൊക്കെ? അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫാക്ട്സ് അന്വേഷിക്കണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആർ ചന്ദ്രശേഖരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ആർ ചന്ദ്രശേഖരന്റെ പേരിലുള്ള അന്വേഷണം നടക്കണം, കേസെടുക്കണം. ഞാൻ ഇന്ന് അടിവരയിട്ട് ചോദിക്കുന്നു, എവിടെയാണ് ചന്ദ്രശേഖരന്റെ പേരിൽ കേസെടുക്കാൻ ഏത് സർക്കാരിന്റെ അനുമതിയാണ് വേണ്ട സുരേഷേ? ഒരു സർക്കാരിനും വേണ്ട, ഇടതുപക്ഷ സർക്കാരിനും വേണ്ട, BJP സർക്കാരിനും വേണ്ട, പിന്നെ UDF സർക്കാരിനും വേണ്ട. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയർമാനായിട്ടിരിക്കുമ്പോൾ ചില തടസ്സങ്ങൾ വരുന്നു എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കമ്പനികളെല്ലാം ക്ലോസ് ചെയ്തു. ഞാനിനി വർക്കിനില്ല. ഞാൻ 5 പേജുള്ള ഒരു രാജിക്കത്ത് എൻ്റെ ഗവൺമെൻറ്റിന് കൊടുത്തു. 5 പേജുള്ള രാജിക്കത്ത്. ആ രാജിക്കത്ത് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആലോചിച്ച് രാജിക്കത്ത് അംഗീകരിക്കുന്നില്ല. എന്നോട് പറഞ്ഞു കമ്പനി തുറന്ന് പ്രവർത്തിച്ചേ പറ്റൂ, വാശി പിടിക്കരുത്. അങ്ങനെ 2015 ഓഗസ്റ്റ് 17 3 മാസം അടഞ്ഞു കിടന്ന കമ്പനികൾ ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങമാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും അന്നത്തെ കൊല്ലത്തിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോണും കൂടി ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തിട്ട് 2 മന്ത്രിമാർ പുറത്തു വന്ന് എന്നോട് വിളിച്ച് പറയുന്നു 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലൊക്കെ എല്ലാവരും മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും. 30 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യൂണിയനുകളായി മേഴ്സിക്കുട്ടി അമ്മയടക്കം മരിച്ചുപോയ കാസിം അടക്കം സത്യശീലനടക്കം മരിച്ചുപോയ അവരെ വിളിച്ച് ഞാൻ ചർച്ച നടത്തി ധാരണയുണ്ടാക്കിക്കൊണ്ട് 3 മാസത്തിന് ശേഷം കമ്പനി തുറക്കാൻ സർക്കാർ പറഞ്ഞിട്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ്. അവിടെ ടെൻഡർ വിളിക്കുന്നു. ഒരു ടെൻഡറിൽ ഒരുത്തൻ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഈ കടം കേട്ട് നിൽക്കാൻ പറ്റുന്നവർക്കല്ലേ അവിടെ വരാൻ പറ്റും. അത് ഞാൻ വന്നതിന് ശേഷമുള്ള ആളൊന്നുമല്ല, അതിനൊക്കെ എത്രയോ മുമ്പ് വരുന്ന ആളാണ്. അത് കഴിഞ്ഞ് എന്ത് പറ്റി? ക്യാബിനറ്റ് തീരുമാനിച്ചത് KM എബ്രഹാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ഫിനാൻസ് സെക്രട്ടറി, അത് അനുവദിക്കുന്നില്ല. നമ്മൾ ടെൻഡർ വിളിച്ചു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ചിങ്ങമാസം 1-ാം തീയതി 2015 ആഗസ്റ്റ് 17 30 കമ്പനികൾ തുറക്കുമെന്ന് പറഞ്ഞ ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞിട്ടും KM എബ്രഹാം ഇത് പണം ഇഷ്യൂ ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? KPCC ഓഫീസിൽ ചർച്ച നടന്നു. അന്നത്തെ KPCC പ്രസിഡന്റ് ഇടപെടുന്നു. തീരുമാനമാകുന്നില്ല. എൻ്റെ കമ്പൽഷൻ എന്താ? ഞാൻ വാക്കുകൊടുത്ത പ്രകാരം 17/8/2015 കമ്പനി തുറക്കണം. അതിന് കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം? മുഖ്യമന്ത്രി പറഞ്ഞാൽ നടക്കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വാശി പിടിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വേറെ മാർഗമൊന്നുമില്ല. ഞാൻ രാജിവെച്ച് പോകാൻ നോക്കിയിട്ട് സമ്മതിക്കാതിരുന്നിട്ട് ഞാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ നിരാഹാരം കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാനലുകാർ കാണിക്കുകയാണ്, പിണറായി വിജയൻ വന്ന് എൻ്റെ സമരപ്പന്തലിൽ വന്നു. ആ സമരപ്പന്തലിൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. ആ സമരപ്പന്തലിൽ കാനൻ രാജേന്ദ്രൻ വന്നിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നിരുന്നു, എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും വന്നിരുന്നു.
മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, സഖാവ് പിണറായി വിജയൻ വന്നത് അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. അവിടെ വന്ന് അദ്ദേഹം അതിനൊരു പിന്തുണ അറിയിച്ചു പോയി. വേറെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സംഭവം തീരുന്നത് ഞാൻ ആവശ്യപ്പെട്ടതുപോലെ വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് അടക്കം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് വേണം. അതുൾപ്പെടെ അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരനാണ് ആ ഓർഡർ വാങ്ങിച്ച് 8 മണിക്ക് രാത്രിയിൽ എൻ്റെ സമരപ്പന്തലിൽ കൊണ്ടുവന്ന് എനിക്ക് നാരങ്ങ നീര് തന്നു. ആ പടമൊന്നും ആരും കൊടുക്കത്തില്ല. കാനൻ രാജേന്ദ്രൻ എന്ന പടവേ കൊടുക്കത്തില്ല. അപ്പം ഇത് നമ്മൾ മാത്രമല്ല, 3-ാം പ്രതിയായി ഒരു ആരോപണമുള്ള ഞാൻ എങ്ങനെ എൻ്റെ ഫോട്ടോ മാത്രം വെച്ചൊരു പത്രം പ്രസിദ്ധീകരിക്കും? ഇനി ഞാൻ നിങ്ങളുടെ പരാതി പറഞ്ഞു, നിങ്ങൾ ഇനി എല്ലാവരുടെ കൂടി എനിക്ക് ഓക്കെ പത്രക്കാരെ കുറ്റപ്പെടുത്തി എന്ന് പറയും. അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ പത്രക്കാരായാലും ഞങ്ങളായാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആരോപണം പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഓക്കെ പ്രോസിക്യൂഷൻ അനുവാദി ഗവൺമെൻറ് കൊടുത്തെന്നങ്ങ് പറഞ്ഞു, അതിനെന്താ കുഴപ്പമുള്ളേ? ഐ വിൽ ഫേസ് ഇറ്റ്. അങ്ങനെ പ്രോസിക്യൂഷൻ വന്നാൽ എൻ്റെ 3 വർഷത്തെ കാര്യത്തിൽ ഞാൻ എപ്പോഴും റെഡിയാണ്. ഞാൻ ഒരു ഗവൺമെൻറ്റിനോടും പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കരുത് എന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് എ ഡിസിഷൻ ടേക്കൺ ബൈ ആസ് പെർ ദി റിക്വസ്റ്റ് ഫ്രം CBI. ആ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കത്തക്ക ക്രമക്കേടുകൾ ഇവിടെ നടന്നില്ല. ആരായി ഗവൺമെൻറ്? കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മുതലാളിയാണ്, സോൾ ഓണർ ഓഫ് ദി കോർപ്പറേഷൻ. അവരാണ് പറയുന്നത് കൊടുക്കത്തില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യണം? കൊടുക്കരുത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കത്ത് എവിടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞാൻ അങ്ങനൊന്നും ആവശ്യപ്പെടുന്ന ആളല്ല. അങ്ങനെ വന്നാൽ അത് നേരിടാൻ എന്താ കുഴപ്പം എനിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് കറക്റ്റല്ലേ? പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡയമെൻഷൻ കൊടുത്തു. ഇന്ന് എൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എന്ത് പ്രസക്തി അതിനുള്ളത്? ഫോട്ടോ വെച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നല്ല പബ്ലിസിറ്റി എനിക്ക് കിട്ടും. നെഗറ്റീവായി കൊടുക്കുന്നത് പണ്ട് ഒരു പ്രമുഖ പത്രപ്രവർത്തകനോട് പറഞ്ഞു, വളരെ വിദഗ്ധനായ ഒരാൾ എന്നെ പറഞ്ഞ് മാറിക്കോ പ്രസിഡന്റ് വരുന്നതിനൊരു വാർത്ത ലോകം മുഴുവൻ പോയ വാർത്തയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാറ് പോയപ്പം അദ്ദേഹത്തിന് തോന്നിയ ഒരു വാർത്ത ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തരാം. ഞാനിതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാൾ. എനിക്കൊരു പരാതിയില്ല. K കരുണാകരനെ വേട്ടയാടിയത് ഞാൻ എത്രയോ കാലം തൊട്ടടുത്ത് നിന്ന് കണ്ടതാണ്. ഞാനതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ നിങ്ങളെല്ലാവരും കൂടി പറയുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം ഫോട്ടോ കൊടുത്തുകൊണ്ട് എന്തിനാണ് ഈ ടാർഗറ്റ് ചെയ്തതെന്നുള്ളത് ആ ബഹുമാനപ്പെട്ട ആ പത്രത്തിൽ എഴുതിയ വ്യക്തിയോ ആ പത്രമോ അത് ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളൊക്കെ ഈ പത്രങ്ങളെ എല്ലാം സ്നേഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യസമര പോരാട്ട കാലത്തിലൊക്കെ ഈ പത്രങ്ങളുടെ ധർമ്മം എന്താണെന്ന് ഞങ്ങളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഖേദകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും ഇത് സാങ്ഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാനതിൽ കക്ഷിയല്ല. ജോസഫ് വിശദീകരിച്ചല്ലോ. ഞാനെങ്ങനെ ഹൗ ക്യാൻ ഐ ബി എ പാർട്ടി ടു ദാറ്റ്? ഞാൻ 3 വർഷം ഇരുന്ന് ഞാൻ 10 വർഷക്കാലത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? ഒന്ന്, ഒരു കോടതിയുടെ ആ കോടതി എന്ന് പറയുന്നത് വിശകലനത്തിൽ ഒരു ഓർഡറിനകത്ത് കാണുന്നത് 2011 മുമ്പ് നടന്ന അഴിമതി എന്ന ഓർഡറിനകത്ത് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോട് പറയാനാണ്? പക്ഷെ ട്രയൽ വരുമ്പോൾ ട്രയൽ നമ്മൾ ഫേസ് ചെയ്യണ്ടേ? ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം കാണാതെ ഏത് ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നടന്ന ഒരു ആരോപണം കൊടുത്തവൻ ആരാണ്? കൊടുത്ത അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അദ്ദേഹത്തിനോട് ചോദിക്കണം. ഇതൊരു പാനൽ ഡിസ്കഷൻ വന്നപ്പോൾ നമുക്ക് വേദന തോന്നി. അതുകൊണ്ടാണ് ഒരു പാനൽ ഡിസ്കഷൻ വന്നിട്ട് അനുകൂലമായി പറയുന്ന ആളുകളെ മാത്രം വിളിച്ചിരുത്തി ആ ഒരു പ്രമുഖമായ ഒരു ചാനല് ആ പാനൽ ഡിസ്കഷൻ നടത്തുമ്പോൾ വാട്ട് ഈസ് ദി മെറിറ്റ് ഓഫ് ദാറ്റ് ഒരു പ്രസ് ബ്രീഫിംഗ് ഓർ പ്രസ് ഡിസ്കഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കുറ്റം പറയാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത് നമ്മളെയൊക്കെ അങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ. വേണ്ടേ? നിങ്ങളൊരു വാർത്ത രൂപീകരിക്കുമ്പോൾ അതിൽ എൻ്റെ ഭാഗം കൂടെ കേൾക്കാനൊരു മനസ്സ് വേണ്ടേ? ഉണ്ടാവണോ വേണ്ടയോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പത്രധർമ്മത്തിൽ അങ്ങനെയുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമില്ലെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ തിരുവനന്തപുരം പ്രസ്സാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്ന ഒരാളാണ്. എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി അന്വേഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. എല്ലാവരും കൂടെ അന്വേഷിക്കുക. അതിനെന്താ കുഴപ്പമുള്ളത്? പൊതുരംഗത്ത് വരുന്നവരെല്ലാം ഇങ്ങനെ കാര്യമില്ലാതെ ആക്ഷേപിച്ച്. എൻ്റെ മുമ്പൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു INTC-ക്ക്. അദ്ദേഹം ഈ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം 1 വർഷം ജോലി കൊടുത്ത കഥയാണ്. 2 വിദേശയാത്ര നടത്തി തോട്ടണ്ടി എടുക്കാൻ. അവിടെ ചെന്നപ്പോൾ ആരണ്ട് പറഞ്ഞു കൊടുത്തു തോട്ടണ്ടി എന്ന് പറഞ്ഞ്
തോട്ടണ്ടിക്കകത്ത് പരിപ്പ് കാണത്തില്ല, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എടുക്കാതിങ്ങി പോരുന്നു. തോട്ടണ്ടിക്കകത്തെ പരിപ്പ് കാണത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 40 ദിവസത്തെ തൊഴിലാണ്. 13 ദിവസമൊക്കെ തൊഴിൽ കൊടുത്ത ഒരു വർഷം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പരാതിക്കാരൻ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കട്ടെ, അതിനെന്താ കുഴപ്പമുള്ളത്? ലെറ്റ് ദി ഗോഡ് ഡിസൈഡ് അബൌട്ട് ദീസ്. പിന്നീട് കാര്യം ഈ പബ്ലിക് സെക്ടർ കോർപ്പറേഷനുകളിൽ അവരുടെ ഇന്റേണൽ ഓഡിറ്റ്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓഡിറ്റ്, ഇത്രയും ഓഡിറ്റുകളുള്ള സ്ഥാപനമുണ്ട് പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ. അതെല്ലാം അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അല്ല, ഇങ്ങനൊരു വാർത്ത വന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഇന്ന് പത്രസമ്മേളനം ഇതൊന്നും അല്ലല്ലോ, എൻ്റെ പരിപാടി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കരിമണൽ ഖനനത്തിൻ്റെ കാര്യം വരുന്നതും അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ വന്നത്. നമ്മുടെ ഞാൻ സമ്മേളനത്തിൻ്റെ കാര്യം പറയാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ 2026 ജൂൺ 24 രാവിലെ 10:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഒറ്റയാളിനെയാണ് വിളിച്ചേക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി INTUC-യുടെ നേതൃയോഗത്തെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിന് സ്വാഭാവികമായിട്ടും അതിന് നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാവണം. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും, ഞാൻ വ്യക്തിപരമായി ക്ഷണിക്കുന്നു, നിങ്ങളെല്ലാവരും വരണം. അവിടെ എനിക്ക് തൊഴിൽ മേഖലയെക്കുറിച്ച് പറയാനുള്ളത് പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഗവൺമെൻറ് സമീപനങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പത്രം.